ശ്രീകണ്ഠപുരം നഗരസഭാ പരിധിയിൽ സ്ഥാപിക്കാൻ പോകുന്ന എക്സ്പ്ലോസീവ് മാഗസിനെ ചൊല്ലി ശ്രീകണ്ഠപുരം നഗരസഭ കൗൺസിലർ യോഗത്തിൽ വിയോജിപ്പ്. പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഉൾപ്പെടെയാണ് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. ഭരണകക്ഷി കൗൺസിലർ കെ ജെ ചാക്കോ കൊന്നക്കൽ നഗരസഭാ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. ശ്രീകണ്ഠപുരം നഗരസഭ ഹാളിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ എക്സ്പ്ലോസീവ് മാഗസിന്റെ അനുമതിയെ ചൊല്ലി വിയോജിപ്പ്. മെയ് 12 നഗരസഭ ഹാളിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ രണ്ടാമത്തെ അജണ്ടയായ കുടിയാമലയിൽ തുടങ്ങുന്ന ക്വാറിയുടെ എക്സ്പ്ലോസീവ് മാഗസിൻ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി സ്ഥാപിക്കുന്ന വിഷയത്തിൽ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ സി ജോസഫ് കൊന്നക്കലും കട്ടായി 4-ാം വാർഡ് കൗൺസിലർ കെ ജെ ചാക്കോ കൊന്നക്കലുമാണ് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. കെ ജെ ചാക്കോ കൊന്നക്കൽ യോഗം ബഹിഷ്കരിച്ചു. ക്വാറികളുടെ സ്ഫോടക വസ്തു വ്യാപാരത്തിനായിട്ടാണ് എക്സ്പ്ലോസീവ് മാഗസിൻ പ്രവർത്തിക്കുന്നത്. ഇത് നേരത്തെ ഏരുവേശി പഞ്ചായത്തിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രദേശവാസികളുടെ എതിർപ്പിനെ ചൊല്ലി ഉപേക്ഷിച്ചിരുന്നു. ക്വാറി സ്ഥിതി ചെയ്യുന്ന സർവേ നമ്പറിൽ തന്നെ എക്സ്പ്ലോസീവ് മാഗസിൻ സ്ഥാപിക്കണമെന്ന നിയമം നിലനിൽക്കെയാണ് വലിയ നിയമലംഘനം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സബ് കമ്മിറ്റി അന്വേഷണം നടത്തി NOC കൊടുക്കാനാണ് ഇന്നത്തെ യോഗ തീരുമാനം. എന്നാൽ സബ് കമ്മിറ്റി സുപ്രീം കോടതി വിധിക്ക് എതിരാണ്. കഴിഞ്ഞ ദിവസം UDF പാർലമെന്ററി പാർട്ടി യോഗവും ഇതേ കാരണത്താൽ കെ ജെ ചാക്കോ കൊന്നക്കൽ ബഹിഷ്കരിച്ചു. നായനാർ മലയിലെ മൂളിയാൻ ക്വാറി പൂട്ടിക്കാൻ ഒറ്റക്കെട്ടായി നേതൃത്വം നൽകിയവർ ഇവിടെ സ്വീകരിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പ്രാദേശിക ഭരണകൂടം ഈ എക്സ്പ്ലോസീവ് മാഗസിൻ സ്ഥാപിക്കുമ്പോൾ ₹1 പോലും CSR ഫണ്ട് നഗരസഭയ്ക്ക് ലഭിക്കില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. തീരുമാനത്തിൽ നിന്നും നഗരസഭ പിന്മാറിയില്ലെങ്കിൽ വിപുലമായ ജനകീയ കൺവെൻഷൻ വിളിച്ചു ചേർത്ത് മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ സമരം നടത്തുമെന്നും അധികാരികൾക്ക് പരാതി നൽകി നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇദ്ദേഹം പറയുന്നു. കട്ടായി ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് പോൾ PJ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റും നെടിയാങ്ങ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായ സൂസമ്മ ജോസഫ് എന്നിവരും ചാക്കോ കൊന്നക്കലിനൊപ്പം ഉണ്ടായിരുന്നു. മെയ് 12 തിങ്കളാഴ്ച ഇന്ന് രാവിലെ 10:30 ശ്രീകണ്ഠപുരം നഗരസഭാ ഹാളിൽ ചേർന്ന മുനിസിപ്പൽ കൗൺസിലിന്റെ രണ്ടാമത്തെ അജണ്ട കുടിയാമലയിൽ തുടങ്ങാൻ പോകുന്ന ക്വാറിയുടെ എക്സ്പ്ലോസീവ് മാഗസിൻ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി സ്ഥാപിക്കാനുള്ള ഏകപക്ഷീയ തീരുമാനം അജണ്ട വായിച്ച ഉടൻ ചെയർപേഴ്സൺ കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ കാണാത്ത രീതിയിൽ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയെ വെച്ച് അന്വേഷണം നടത്തുവാനുള്ള തീരുമാനം ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയാണ്. കൗൺസിൽ ജനപ്രതിനിധികൾക്ക് ചർച്ച ചെയ്യാനുള്ള ഒരവസരം പോലും കൊടുത്തില്ല. ഏകാധിപത്യ ചെയർപേഴ്സന്റെ പ്രവണതയോടും സുപ്രീം കോടതി വിധി പോലും എതിരായ സബ് കമ്മിറ്റി തീരുമാനത്തിലും ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ലാത്ത ഈ ഗോളം മുനിസിപ്പാലിറ്റിയിൽ സ്ഥാപിക്കുന്നതിനെതിരെയും പ്രതിഷേധിച്ചുകൊണ്ട് കട്ടായി 4-ാം വാർഡ് കൗൺസിലറായി ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങി വരികയുമാണ് ഉണ്ടായത്. എന്നോടൊപ്പം പൊതുമരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ശ്രീ കെ സി ജോസഫ് കൊന്നക്കലും ഈ തീരുമാനത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ഭരണ പ്രതിപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി എടുക്കുന്ന ഈ തീരുമാനത്തിന് പിന്നിൽ വൻ അഴിമതിയുള്ളതായി ഞാൻ സംശയിക്കുകയാണ്. കാരണം ഒരു മുനിസിപ്പൽ കൗൺസിലിലെ അജണ്ട ചർച്ച ചെയ്യാൻ പോലും ജനപ്രതിനിധികൾക്ക് അവസരം കൊടുക്കാതെ ഏകപക്ഷീയമായി ചെയർപേഴ്സൺ തീരുമാനം പ്രഖ്യാപിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അതിന്റെ പിന്നിൽ സ്വജനപക്ഷപാതമാണ്, സ്വാർത്ഥ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മുനിസിപ്പാലിറ്റിക്ക് ₹1 CSR ഫണ്ട് പോലും ലഭിക്കാത്ത ഈ എക്സ്പ്ലോസീവ് മാഗസിൻ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ സ്ഥാപിക്കുന്നത് ജനവിരുദ്ധമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകളായി നയനാർ മലയിലെ മൂളിയാൻ ക്വാറി പൂട്ടിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച സർവ കക്ഷികളും ഇപ്പോൾ ഈ എക്സ്പ്ലോസീവ് മാഗസിൻ ശ്രീകണ്ഠപുരം സ്ഥാപിക്കുവാൻ തീരുമാനം എടുക്കുന്നു എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്, നിയമവിരുദ്ധമാണ്. കാരണം കുടിയാമലയിൽ സ്ഥാപിക്കുന്ന ക്വാറിയുടെ അതേ സർവേ നമ്പറിൽ തന്നെ വേണം എക്സ്പ്ലോസീവ് മാഗസിൻ സ്ഥാപിക്കുവാൻ എന്ന് നിയമമുണ്ട്. ഇവിടെ ആ നിയമം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ സബ് കമ്മിറ്റി എന്നുള്ളത് സുപ്രീം കോടതി വിധിക്ക് എതിരാണ്. കൂടാതെ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ ₹1 പോലും CSR ഫണ്ട് കിട്ടാത്ത, ഒരു ഗുണവുമില്ലാത്ത, ഭാവിയിൽ ജനങ്ങൾക്ക് ദോഷം ചെയ്യാൻ സാധ്യതയുള്ള മണ്ണിടിച്ചിൽ മേഖലയിൽ അംഗൻവാടി സ്കൂൾ കുട്ടികളടക്കം സഞ്ചരിക്കുന്ന ഇതിന്റെ സമീപ പ്രദേശത്ത് എക്സ്പ്ലോസീവ് മാഗസിൻ സ്ഥാപിക്കുവാൻ എടുത്ത തീരുമാനം അതിദുരൂഹമാണ്. ചെമ്പേരിയിൽ ഈ എക്സ്പ്ലോസീവ് മാഗസിൻ സ്ഥാപിക്കാൻ വേണ്ടി സ്ഥലം കണ്ടെത്തിയപ്പോൾ
അതിശക്തമായ പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്നാണ് ആ തീരുമാനം ഉപേക്ഷിച്ചിട്ടാണ് വളരെ രഹസ്യമായി വളരെ പെട്ടെന്ന് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ അത് സ്ഥാപിക്കാൻ തീരുമാനമെടുത്തത്. ഇതിനെതിരെ അതിശക്തമായ ജനരോഷം ഉയരുകയാണ്. ഇത് അഴിമതിയാണ്, അനീതിയാണ്. ഈ അഴിമതിക്കും അനീതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ ജനകീയ കൂട്ടായ്മ വിളിച്ചു ചേർത്ത് വൻ പ്രക്ഷോഭ നടപടികൾ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ അടക്കം നടത്തുവാൻ തയ്യാറെടുക്കുകയാണ്. അതിന് കട്ടായ 4-ാം വാർഡ് കൗൺസിലർ എന്ന നിലയ്ക്ക് എന്നോടൊപ്പം എന്റെ വാർഡ് കോൺഗ്രസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ വാർഡ് കൺവീനറുമായ ഓൾ പടിഞ്ഞാറേടത്തും എന്റെ ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ സണ്ണി തോമസും നെടിയാങ്ങ മണ്ഡലം മാള കോൺഗ്രസിന്റെ പ്രസിഡന്റും നെടിയാങ്ങ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടറുമായ സൂസമ്മ ജോസഫ് അടക്കമുള്ള ആൾക്കാർ ചെമ്പന്തുട്ടിയിലെയും ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെയും പരിസര പ്രദേശത്തുമുള്ള പൊതു സാമൂഹ്യ പ്രവർത്തകർ അതിശക്ത പക്ഷങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഒരിക്കൽ കൂടി ശ്രീകണ്ഠപുരം മുനിസിപ്പൽ അധികാരികളോടും ഈ അനീതിക്ക് സെക്രട്ടറി കൂട്ടുനിൽക്കരുത്, നിയമവിരുദ്ധ പ്രവർത്തകർ കൂട്ടുനിൽക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വവും മുനിസിപ്പൽ ഭരണാധികാരികളിലും ഈ നിയമലംഘന നടപടികളിൽ നിന്ന് പിന്തിരിയണമെന്ന് ഞാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്.